കാനഡ ഇമിഗ്രേഷന്റെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പറയാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്റർനാഷണൽ സ്റ്റുഡൻസുമായുള്ള ബന്ധത്തിൽ അവരുടെ സ്റ്റഡി പെർമിറ്റിൽ വന്ന ഒരു വലിയ മാറ്റമാണ്. ഇതുവരെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ അവരുടെ സ്റ്റഡി പെർമിറ്റ് അവർക്ക് കിട്ടുന്നിടം മുതലുള്ള അതായത് വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് മുതലായ ഓരോ കാര്യങ്ങളിലും എടുക്കുന്ന ഒരു നീണ്ട ഒരു അൺസർട്ടനിറ്റി, അതായത് സ്റ്റഡി പെർമിറ്റിന് നമ്മൾ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ നാളുകളായി കാത്തിരുന്ന IELTS ഒക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് സ്റ്റഡി പെർമിറ്റ് കിട്ടി. നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ആ കോളേജിലേക്ക് നമ്മൾ ഈ രാജ്യത്തേക്ക് കടന്നു വരുന്നു. നമ്മുടെ സ്റ്റഡി പെർമിറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ജോലി ചെയ്യാം. അതിനുശേഷം നമ്മളുടെ പഠനം പൂർത്തീകരിച്ച് നമ്മുടെ സ്റ്റഡി പെർമിറ്റ് എക്സ്പയർ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വർക്ക് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യണം. അപ്പം ഈ ഒരു വർക്ക് പെർമിറ്റിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ വർക്ക് പെർമിറ്റിന്റെ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യുന്നതിനും അത് റെഡിയായി കിട്ടുന്നതിനുമുള്ള ആ ഒരു വലിയ ഒരു സമയ കാലയളവുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റും ആയി ബന്ധപ്പെട്ടാണെങ്കിലും നമ്മൾക്ക് ഈ പറയുന്ന പോലെ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു ടൈം ഗ്യാപ്പ്. അങ്ങനെ സ്റ്റഡി പെർമിറ്റ് മുതൽ അത് വർക്ക് പെർമിറ്റ് വരെയും വർക്ക് പെർമിറ്റ് മുതൽ PR വരെയുമുള്ള ആ ഒരു വലിയ ഗ്യാപ്പിന്റെ അകത്ത് പതിനായിരക്കണക്കിന് ആളുകൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവരുടെ ഒരു വലിയൊരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ആപ്ലിക്കേഷൻ ഒരു ലിംബോ എന്ന് പറയുന്ന അല്ലെങ്കിൽ അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്കാണ് പലപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. കാരണം ഇവർക്ക് ഇവരുടെ സ്റ്റഡി പെർമിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് അതായത് വർക്ക് പെർമിറ്റ് കിട്ടുന്നിടം വരെ അവർക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ഇനിയും ഈ ഒരു വർക്ക് പെർമിറ്റ് എത്ര നാൾ വരെ എടുക്കും, അതുവരെ അവർക്ക് മറ്റൊരു ജോലിക്ക് വേണ്ടി പോകാൻ പറ്റാത്തൊരു സാഹചര്യം. അതുപോലെ തന്നെ നമ്മൾ സ്റ്റഡി പെർമിറ്റിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വർഷം നമുക്ക് കോപ്പ് ചെയ്യാം. ആ കോപ്പ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് അങ്ങനെ പെട്ടെന്ന് കോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ആ കോപ്പ് വർക്ക് പെർമിറ്റ് എന്ന് പറയുന്ന ഒരു പെർമിറ്റ്, അതായത് IRCC നമുക്ക് ഇഷ്യൂ ചെയ്യും. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ കോപ്പ് പോലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയും ഈ കോപ്പ് വർക്ക് പെർമിറ്റ് എടുത്തതിന് ശേഷവും അതിന്റെ ആ ഒരു കാലയളവിന് ഇപ്പുറം തന്നെ നമ്മൾ വർക്ക് പെർമിറ്റ് എടുക്കണം. സെപ്പറേറ്റ് വർക്ക് പെർമിറ്റ് നമ്മൾ എടുക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു ഫുൾ ടൈം ആയിട്ട് ഏതെങ്കിലും കമ്പനിയിൽ നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധ്യമാകത്തുള്ളൂ. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ പുതിയതായി വന്നിരിക്കുന്ന IRCCയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇനിയും ഒറ്റ പെർമിറ്റിൽ എല്ലാ കാര്യം പൊക്കോളും. അതായത് നമ്മൾ സ്റ്റഡി പെർമിറ്റ് എടുക്കുന്നിടം മുതൽ നമുക്ക് കോപ്പ് ചെയ്യാനാണെങ്കിലും വർക്ക് പെർമിറ്റിലാണെങ്കിലും അതുപോലെ തന്നെ PGWP പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിലായാലും എല്ലാറ്റിനും ഇനി ഒറ്റ പെർമിറ്റ് മതി. കാരണം എല്ലാത്തിനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആയിരുന്നു. നമ്മളിപ്പം സ്റ്റഡി പെർമിറ്റിന് നമ്മളിപ്പോൾ ഒരു പുതിയ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം കോപ്പിന് നമ്മൾ വേറെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം വർക്ക് പെർമിറ്റിന് വേറെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് PRന് വേണ്ടി നമ്മൾ കൊടുക്കുന്നു. ഇങ്ങനെ എല്ലാത്തിനും ഒരു നീണ്ട ആപ്ലിക്കേഷൻ പ്രൊസീജിയർ തന്നെയാണ്. ഇറ്റ്സ് ടേക്ക് ലോങ് ടൈം. അപ്പം അങ്ങനെ ഒരു സമയത്തിന്റെ പരിധി, ഒരു വലിയ അൺസർട്ടനിറ്റി പല ആൾക്കാർക്കും അത് കാരണം ഈ രാജ്യത്ത് നിൽക്കാൻ പറ്റുമോ, അവരുടെ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആകുന്ന നിമിത്തം പല ആൾക്കാരും ഇതിനോടകം തന്നെ രാജ്യം വിട്ടു പോയവരുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിന് ഇതൊരു വലിയ തലവേദനയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഓരോന്നിനും ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ടൈം, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസീവ്, ഇങ്ങനെ പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏറ്റവും നല്ല എഫിഷ്യൻസി ആയിട്ട് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പുതിയ നിയമം അവര് പ്രപ്പോസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ അറിയാനായിട്ട് ഇടയാകുന്നത്. അപ്പം പുതിയ ഈ ഒരു അപ്ഡേറ്റ് പ്രകാരം നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്ക് ഒരേ ഒരു പെർമിറ്റിന്റെ അകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിച്ചെടുക്കാവുന്നതാണ്. അപ്പം ഇനി മുതൽ ഈ ഒരു പുതിയ അപ്ഡേറ്റ് പ്രകാരം ആളുകൾക്ക് അവരുടെ സ്റ്റഡി പെർമിറ്റ് തീർന്നാലും വർക്ക് പെർമിറ്റ് തീർന്നാലും ഇനിയും ഈ രാജ്യം വിട്ടു പോകണം എന്നുള്ള ആ ഒരു പേടി, ഭയം ഇനിയും ആർക്കും വേണ്ട എന്നതാണ് ഈ ഒരു പുതിയ അപ്ഡേറ്റ് പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഒരു പരിധി വരെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയി വരുന്ന ആളുകൾക്കും ഗവൺമെന്റിനും ഒരുപോലെ കാര്യങ്ങൾ വളരെയധികം ഈസിയായി പോകുമെന്നാണ് ഇപ്പോൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു അപ്ഡേറ്റിൽ നമുക്ക് വീണ്ടും കാണാം. ഐ എം സൈനോട്ട് റെക്സി ജോയ്. ബൈ.